ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു കിടിലൻ കഥയാണ്. അതായത് നമ്മളൊക്കെ കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളവരാണല്ലേ. ഇനിയിപ്പോൾ നമ്മളെ ചെറിയ മക്കളുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്നത്, അതായത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലായാലും ഇനിയിപ്പോൾ LKG UKG ആയാലും ചെറിയ മക്കൾക്ക് എപ്പോഴും സ്റ്റോറി ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ എത്തിയിട്ട് വേണം നിങ്ങൾ ഈ കഥ കേൾക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഈ കഥയിലൂടെ കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരോ സെൻറ്റൻസ് ആക്കിയിട്ട് പറയാം. അതിനുശേഷം ഈ കഥയിലുള്ള ഗുണപാഠങ്ങളും അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസുകളും അതുപോലെ ഇതിലാരൊക്കെയാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്, അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കിങ്ങനെ ഓരോരോ സെൻറ്റൻസ് ആക്കിയിട്ട് പറഞ്ഞു പഠിക്കാം. അതായത് ഇപ്പോൾ സ്കൂളിലൊക്കെ ഓരോ ഇംഗ്ലീഷ് എക്സാമിനൊക്കെ വരുന്നത് ഇപ്പം 5th സ്റ്റാൻഡേർഡ് തൊട്ടിട്ടൊക്കെ ഒരു പാരഗ്രാഫ് തരും. അതിനുശേഷം അതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണല്ലോ. അപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞി കഥകൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇംഗ്ലീഷ് എക്സാമിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പം അങ്ങനെയുള്ള മെത്തേഡുകളാണല്ലോ ഇപ്പം നമ്മുടെ എക്സാമിനൊക്കെ കണ്ടുവരുന്നത്. അപ്പം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തെടുത്തൊരു കുഞ്ഞി കഥ എന്ന് പറയുന്നത് ഒരു സിംഹവും ഒരു എലിയും ഉള്ളൊരു കഥയാണ്. അപ്പോൾ നമ്മളെ കഥ എങ്ങനെയെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഓരോരോ സെൻറ്റൻസ് ആക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയല്ലേ നമുക്ക് പറഞ്ഞു പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഒരു പാരഗ്രാഫായി വരും ഈ ഒരു കഥ. അത് ഞാൻ അവസാനം കൊടുക്കുക, കഥയുടെ ആ ഒരു പോർഷൻ ഞാൻ അവസാനം കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഓരോ സെൻറ്റൻസ് പഠിക്കാം. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ദിവസം സിംഹം കാട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം സിംഹം കാട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ എങ്ങനെയാ പറയേണ്ടത്? കഴിഞ്ഞു പോയൊരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. വൺ ഡേ എ ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഫോറസ്റ്റ്. വൺ ഡേ എ ലയൺ വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ഫോറസ്റ്റ്. ഒരു ദിവസം ഒരു സിംഹം കാട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഒരു ചെറിയ എലി അവന്റെ ശരീരത്തിലൂടെ ഓടിപ്പോയി. അതായത് ഇവിടെ അവന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹത്തിന്റെ എന്നാണ് അല്ലേ. അപ്പോൾ ഒരു ചെറിയ എലി അവന്റെ ശരീരത്തിലൂടെ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. നമ്മൾ ഓരോരോ സെന്റൻസ് ആണ് കേട്ടോ പറയുന്നത്. ഇതൊന്നായിട്ട് ഞാൻ അവസാനം കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ചെറിയ എലി ഇങ്ങനെ പറയാം. എ ലിറ്റിൽ മൗസ് റാൻ ഓവർ ഹിസ് ബോഡി. എ ലിറ്റിൽ മൗസ്, ഒരു ചെറിയ എലി, റാൻ ഓവർ, ഓടിപ്പോയി, ഹിസ് ബോഡി, അവന്റെ ശരീരത്തിലൂടെ. ഓക്കെ, നെക്സ്റ്റ്, സിംഹം എഴുന്നേറ്റ് എലിയെ പിടിച്ചു. അല്ലേ, സിംഹം എഴുന്നേറ്റ് എലിയെ പിടിച്ചു. എങ്ങനെ പറയാം? ദ ലയൺ വോക്ക് അപ്പ് ആൻഡ് കോട്ട് ദ മൗസ്. ദ ലയൺ വോക്ക് അപ്പ്. അവിടെ വോക്ക് അപ്പ് എന്ന് പറഞ്ഞത് എന്താണ്? ലയൺ ഉറങ്ങുകയായിരുന്നു അല്ലേ, അതുകൊണ്ടാണ് അവിടെ വോക്ക് അപ്പ് എന്ന് കൊടുത്തത്. അപ്പം ദ ലയൺ വോക്ക് അപ്പ് ആൻഡ് കോട്ട് ദ മൗസ്. സിംഹം എഴുന്നേറ്റ് എലിയെ പിടിച്ചു അല്ലേ, പാസ്റ്റ് ആണ്. ഓക്കെ, എലി പറഞ്ഞു, ദയവായി എന്നെ കൊല്ലരുത്, ഞാൻ ഒരിക്കൽ നിന്നെ സഹായിക്കും. ദ മൗസ് സെഡ്, പ്ലീസ് ഡോണ്ട് കിൽ മീ. ദ മൗസ് സെഡ്, മൗസ് പറഞ്ഞു, പ്ലീസ് ഡോണ്ട് കിൽ മീ, ദയവായി എന്നെ കൊല്ലരുത്. ഐ വിൽ ഹെൽപ്പ് യു വൺ ഡേ, ഒരിക്കൽ ഞാൻ നിന്നെ സഹായിക്കും. അപ്പം ദ മൗസ് സെഡ്, പ്ലീസ് ഡോണ്ട് കിൽ മീ, ഐ വിൽ ഹെൽപ്പ് യു വൺ ഡേ. ഓക്കെ, സിംഹം ചിരിച്ചു, എലിയെ വിട്ടയച്ചു. എന്താ പറഞ്ഞേ? സിംഹം അത് കേട്ടിട്ട് ചിരിച്ചു. അപ്പം സിംഹം ചിരിച്ചു, എലിയെ വിട്ട് കളഞ്ഞു. ദ ലയൺ ലാഫ്ഡ്. ഇവിടേക്ക് കഴിഞ്ഞൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് അല്ലേ. ദ ലയൺ ലാഫ്ഡ്, ലയൺ ചിരിച്ചു. പിന്നെ നെക്സ്റ്റ് സെന്റൻസ് ആണ് ആൻഡ് ലെറ്റ് ദ മൗസ് ഗോ. ആൻഡ് ലെറ്റ് ദ മൗസ് ഗോ. ലെറ്റ് എന്ന് പറഞ്ഞാൽ വിട്ടയച്ചു എന്നാണ്. പിന്നെ ലെറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പം ദ ലയൺ ലാഫ്ഡ് ആൻഡ് ലെറ്റ് ദ മൗസ് ഗോ. നെക്സ്റ്റ്, 5 ദിവസങ്ങൾക്ക് ശേഷം ലയൺ ഒരു വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി. ഇവിടെയാണ് പോയിന്റ്. വളരെ ശ്രദ്ധിച്ചു വേണം കഥ കേൾക്കാനായിട്ട്. അപ്പോൾ 5-6 ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സിംഹം ഒരു വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങി അല്ലേ. അപ്പൊ നമുക്ക് ഇംഗ്ലീഷിൽ 5-6 ദിവസങ്ങൾക്ക് ശേഷം എന്നുള്ളതിന് പകരം നമുക്ക് ഇങ്ങനെ പറയാം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദ ലയൺ ഗോട്ട് കോട്ട്. ഗോട്ട് കോട്ട്. കോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേട്ടക്കാരന്റെ ആ വലയിൽ പെട്ടതിന് പകരം പറയുന്നതാണ്. അപ്പം ദ ലയൺ ഗോട്ട് കോട്ട് എ ഹണ്ടേഴ്സ് നെറ്റ്. ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ വേട്ടക്കാരനെയാണ് ഹണ്ടർ എന്ന് പറയുന്നത്. അപ്പം ഹണ്ടേഴ്സ് ഹണ്ടറിന്റെ വലയിൽപ്പെട്ടു.
അപ്പോൾ ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ദ ലയൺ ഗോട്ട് കോട്ട് ഇൻ എ ഹണ്ടേഴ്സ് നെറ്റ്. സിംഹത്തിന്റെ കരച്ചിൽ കേട്ട് എലി സഹായിക്കാൻ വന്നു അല്ലേ? നമ്മൾ മുമ്പ് പറഞ്ഞു ഒരിക്കൽ ഞാൻ നിന്നെ സഹായിക്കും എന്ന് എലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ആ ഒരു സഹായത്തിന്റെ ദിവസം വന്നു അല്ലേ? അപ്പൊ പറയാണ്, സിംഹത്തിന്റെ കരച്ചിൽ കേട്ട് എലി സഹായിക്കാൻ വന്നു. എങ്ങനെ പറയാ? ദ മൗസ് ഹേർഡ് കേട്ടു. ദ മൗസ് ഹേർഡ് ഹിസ് റോർ. റോർ എന്ന് പറയുന്നത് സിംഹത്തിന്റെ അലർച്ചയ്ക്കാണ് നമ്മൾ റോർ എന്ന് പറയുന്നത്. അപ്പം ദ മൗസ് ഹേർഡ് ഹിസ് റോർ കേട്ടിട്ട് എന്തായി? സഹായിക്കാൻ വന്നു. ആൻഡ് കെയിം ടു ഹെൽപ്പ്. അപ്പം ദ മൗസ് ഹേർഡ് ഹിസ് റോർ ആൻഡ് കെയിം ടു ഹെൽപ്പ്. സിംഹത്തിന്റെ കരച്ചിൽ കേട്ട് എലി സഹായിക്കാൻ വന്നു. അപ്പൊ എലി എന്താ ചെയ്തത്? എലി തന്റെ പല്ലുകളാൽ വല കടിച്ചിട്ട് എന്ത് ചെയ്തു? സിംഹത്തെ മോചിപ്പിച്ചു. എങ്ങനെ പറയാ? ഇറ്റ് കട്ട് ദ നെറ്റ് വിത്ത് ഇറ്റ്സ് ടീത്ത് ആൻഡ് സെറ്റ് ദ ലയൺ ഫ്രീ. ലയണിനെ, സിംഹത്തെ മോചിപ്പിച്ചു. ആൻഡ് സെറ്റ് ദ ലയൺ ഫ്രീ. ഓക്കെ, സിംഹം എലിയോട് നന്ദി പറഞ്ഞു അല്ലേ? സിംഹം എലിയോട് ഒരു താങ്ക്സ് പറഞ്ഞു. എങ്ങനെ പറയാ? ദ ലയൺ താങ്ക്ഡ് ദ മൗസ്. ദ ലയൺ താങ്ക്ഡ് ദ മൗസ്. ലയണ് എലിയോട് നന്ദി പറഞ്ഞു. ദ ലയൺ താങ്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നന്ദി പറഞ്ഞു എന്നാണ്. ദ ലയൺ താങ്ക്ഡ് ദ മൗസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കഥ. ഇനി ഈ കഥയുടെ ഒരു മോറൽ നമുക്കറിയേണ്ടത്, ഇതൊരു ഗുണപാഠം എന്താണ്? ഈ സിംഹം ഒരിക്കല് എലിയെ ഉപദ്രവിക്കാൻ നോക്കിയതാണ് അല്ലേ? മേലെ കൂടെ കയറിപ്പോയപ്പോൾ. പക്ഷേ ആ എലി എന്താ പറഞ്ഞത്? ഞാൻ ഇനി ഒരു ദിവസം സഹായിക്കാൻ വരും എന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായി. അപ്പോൾ എലി സിംഹം താങ്ക്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഗുണപാഠം എന്താണ്? നമ്മളായാലും മൃഗങ്ങളായാലും ആരും അത്ര നിസ്സാരക്കാരല്ല അല്ലേ? എല്ലാവർക്കും എല്ലാവരുടെ സഹായവും വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണപാഠം നമുക്ക് ഇങ്ങനെ പറയാം: ദയ ഒരിക്കലും വെറുതെയാകില്ല. അതായത് ഒരാളെ ദയ, അതായത് ഒരു വിനയം നമ്മൾ കാണിച്ചാൽ അതൊരിക്കലും വെറുതെയാകില്ല അല്ലേ? അത് ആരിൽ നിന്നായാലും നമുക്കത് ഏത് വഴിയെങ്കിലും നമുക്കത് തിരിച്ചു കിട്ടും എന്നാണ്. അപ്പം അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കൈൻഡ്നെസ് ഈസ് നെവർ വേസ്റ്റഡ്. കൈൻഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയ ഈസ് നെവർ വേസ്റ്റഡ്, ഒരിക്കലും വെറുതെയാകില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ തരാം നിങ്ങൾക്ക്. സിംഹത്തെ ആരാണ് സഹായിച്ചത് എന്ന് നമുക്ക് ചോദിക്കണം. അപ്പം ഈ ഒരു കഥ നമ്മളെക്കാളും നമ്മുടെ മക്കൾക്കാണ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്. ഈ കഥ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്ന് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: സിംഹത്തെ ആരാണ് സഹായിച്ചത്? ഹു ഹെൽപ്ഡ് ദ ലയൺ. ഹു ഹെൽപ്ഡ് ദ ലയൺ. ആരാണ് സിംഹത്തെ സഹായിച്ചത്? നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. സിമ്പിൾ ആണല്ലോ അല്ലേ? നെക്സ്റ്റ്, പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ്. ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ്. അതായത് ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം അറിയാലോ? അത് പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. ഇതുപോലെയാണ് എക്സാമിനൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് കേട്ടോ. കഥയുടെ പാഠം എന്താണ്? കഥയുടെ മോറൽ എന്താണ്? നമ്മൾ അവസാനം പറഞ്ഞു. ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ. ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു കഥയാണെങ്കിലും ഒരു പാരഗ്രാഫ് ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ്. ഇതുപോലെയാണ് നമ്മളെ എക്സാമിനൊക്കെ. ഇതിപ്പോൾ മക്കളാണ് കേൾക്കുന്നതെങ്കിൽ അവരോട് ഞാൻ പറയുന്നത്, ഇനി രക്ഷിതാക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളിത് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതുപോലൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാരഗ്രാഫോ തന്നിട്ട് അതിനെ കുറിച്ചിട്ട് അതിലെ ഗുണപാഠങ്ങളും അതിലുള്ള ആളുകളെയും ഒക്കെയാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ് ഇംഗ്ലീഷ് എക്സാമിനൊക്കെ ഉള്ളത് അല്ലേ? ഇപ്പോൾ 5th തൊട്ടിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണാറില്ലേ? നമ്മുടെ മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കി കഴിയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ്. ആ തന്ന സംഭവം തന്നെയാണ് നമുക്ക് എടുത്തെഴുതാനുള്ളത്. പക്ഷെ അത് വായിക്കാൻ അറിയണം, അതിന് മീനിങ് അറിയണം. ഇതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പാഠം വായിക്കുമ്പോൾ അതിന് മീനിങ് അതോടുകൂടി പഠിക്കണം. എന്നിട്ട് ഇതുപോലെ സെൻറ്റൻസുകളൊക്കെ ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. അവർ നന്നായി എക്സാമിനൊക്കെ
നല്ല മാർക്കൊക്കെ വാങ്ങിച്ചു വരും. ഓക്കെ, അപ്പോൾ ഇതൊരു കുഞ്ഞി കഥയാണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഭയങ്കര ഇടിയും മഴയൊക്കെയാണ്. മാത്രമല്ല, ഞാൻ ഇന്നലെ ലൈവിൽ വരാൻ വേണ്ടിയിട്ട് വിചാരിച്ചു. ലൈവ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നെറ്റിൻ്റെ പ്രശ്നം എന്തോ അറിയില്ല, ഒരു 9 മണിക്ക് ശേഷമാണ്. പക്ഷെ അത് ലൈവ് കിട്ടുന്നില്ല, കമൻറ്റ് ഒന്നും കാണുന്നില്ല. ഇനി ഒരുപാട് നാളായിട്ട് ചെയ്തിട്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല. ഏതായാലും അപ്പോൾ ഇന്നിപ്പോൾ കാലാവസ്ഥ എല്ലാവരും സുഖമില്ല. പറ്റുമെങ്കിൽ ഞാൻ വരാട്ടെ. വരികയാണെങ്കിൽ ഒരു അരമണിക്കൂർ കാമണിക്കൂർ മുമ്പേ ഞാൻ നോട്ടിഫിക്കേഷൻ വിടും. അപ്പോൾ എല്ലാവരും ലൈവിൽ വരാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട്, അതായത് സബ്ജക്റ്റ് V1 V2 അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സമയമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഞാൻ വരാം. ഉറപ്പ് പറയുന്നില്ല, കാരണം വരികയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വിടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.